കവിതകള് നമുക്ക് വളരെയധികം മനസ്സിന് ഉന്മേഷം തരുന്നവയാണ്. അപ്പൊ എന്റെ മനസ്സിൽ ഇന്നിങ്ങനെ വരുന്ന രണ്ട് വരിയല്ല, ഒരു ശ്ലോകമാണ്, 4 വരി ശ്ലോകം. നമ്മുടെ കുമാരനാശാന്റെ, മഹാകവി കുമാരനാശാന്റെ ചിന്താവിഷ്ടയായ സീത എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ചിന്താവിഷ്ടയായ സീത, ഇത് ഖണ്ഡകാവ്യമാണ്. കുമാരനാശാന്റെ പ്രത്യേകത അറിയാലോ, ഖണ്ഡകാവ്യ രചനയിലൂടെ മലയാള സാഹിത്യത്തിലെ മഹാകവി എന്നുള്ള സ്ഥാനപ്പേര് കിട്ടിയിട്ടുള്ള കവിയാണ് മഹാകവി കുമാരനാശാൻ. അപ്പൊ അദ്ദേഹത്തിന്റെ ചിന്താവിഷ്ടയായ സീതയിലെ ആശ്രമത്തില് ഒറ്റയ്ക്കായി പോയിട്ടുള്ള സീതയുടെ മാനസിക വ്യാപാരമാണ്, സീതയുടെ മനസ്സിലെ ചിന്തകളാണ്. തന്റെ മക്കളായ ലവകുശന്മാരെയും കൊണ്ട് വാൽമീകി മഹർഷി അയോധ്യയിലേക്ക് പോയിരിക്കുകയാണ്. അവിടെ ശ്രീരാമചന്ദ്രൻ നടത്തുന്ന അശ്വമേധയാഗത്തിൽ പങ്കെടുക്കാനായിട്ടാണ് ലവകുശന്മാരെയും കൊണ്ട് വാൽമീകി മഹർഷി പോയിട്ടുള്ളത്. ആ സമയത്ത് ഇവിടെ ഈ ആശ്രമത്തില് ഏകാകിനിയായി പോയി നമ്മുടെ സീതാദേവി. അപ്പൊ ഏകാന്തതയിൽ അവര് തന്റെ ജീവിതത്തെ, താൻ അനുഭവിച്ചിട്ടുള്ള സംഭവബഹുലമായ ജീവിതത്തെ മൊത്തമായിട്ട് ഇങ്ങനെ മനസ്സിൽ കാണുകയാണ് ചെയ്യുന്നത്. ഒരു തിരശ്ശീലയിൽ എന്നതുപോലെ രംഗങ്ങൾ ഇങ്ങനെ മിന്നിമറിയുന്നതാണ്. അതിൽ തന്റെ സഹോദരനായ, ഭർത്തൃ സഹോദരനായിട്ടുള്ള, തങ്ങളോടൊപ്പം വനവാസത്തിനായിട്ട് പുറപ്പെട്ടു പോന്നിട്ടുള്ള, എപ്പോഴും ഏതവസ്ഥയിലും തുണയായി നിന്നിട്ടുള്ള ലക്ഷ്മണകുമാരനെ കുറിച്ച് ദേവി പറയുന്നുണ്ട്. തന്റെ മകനെ പോലെ വാത്സല്യം ദേവിക്ക് ലക്ഷ്മണകുമാരനോട് ഉണ്ടായിരുന്നു. ലക്ഷ്മണകുമാരനോട് ഒരു ക്ഷമായാചനയാണ് ദേവി നടത്തുന്നത്. കനിവാർന്നനുജാ പൊറുക്ക ഞാൻ നിനയാതോതിയ കൊള്ളി വാക്കുകൾ, അനിയന്ത്രിതമായി ചിലപ്പൊഴി മനമോടാത്ത കുമാർഗമില്ലടോ. ഒരിക്കല് മാരീചൻ പൊന്മാനായി വന്ന ആ സമയത്ത് ശ്രീരാമൻ മാരീചനെ പിടിക്കാനായിട്ട്, പൊന്മാനെ പിടിക്കാനായിട്ട് പോവുകയുണ്ടായി. ആ സമയത്ത് ലക്ഷ്മണനെ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. സീതാദേവിയെ നന്നായി നോക്കണം, ജ്യേഷ്ഠത്തെ നീ തന്നെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടാണ് പോയിട്ടുള്ളത്. പക്ഷെ മാരീചൻ കുറെ ദൂരത്തേക്ക് ഇങ്ങനെ ശ്രീരാമനെയും കൊണ്ടുപോയി. അവസാനം ശ്രീരാമന് കള്ളത്തരം മനസ്സിലായി. ശ്രീരാമൻ അമ്പെയ്ത് മാരീചനെ വീഴ്ത്തുകയാണ്. ആ വീഴുന്ന വീഴ്ചയില് മാരീചൻ ശ്രീരാമന്റെ അതേ ശബ്ദത്തിൽ ലക്ഷ്മണ സീതേ എന്ന് പറഞ്ഞ് നിലവിളിച്ചു അത്ര. ഈ നിലവിളി ലക്ഷ്മണൻ കേട്ടില്ല, പക്ഷെ സീതാദേവി കേട്ടു. ആ സമയത്ത് സീതാദേവി ലക്ഷ്മണനോട് പറയുന്നുണ്ട്, ജ്യേഷ്ഠന്റെ കരച്ചിലാണ് കേട്ടത്, എന്തോ ഒരു ആപത്ത് സംഭവിച്ചിട്ടുണ്ടോ, നീ ഒന്ന് വേഗം പോയി നോക്ക് എന്നുള്ളത്. ലക്ഷ്മണൻ പറഞ്ഞു, ജ്യേഷ്ഠത്തെ ഒരു പേടിയും പേടിക്കണ്ട, ജ്യേഷ്ഠനെ ഒന്നും ചെയ്യാൻ ആർക്കും സാധിക്കില്ല, ജ്യേഷ്ഠനെ ആർക്കും തന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല, അതുകൊണ്ട് ജ്യേഷ്ഠത്തെ ഒരു പേടിയും പേടിക്കണ്ട എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചപ്പോൾ സീതാദേവിക്ക് ആകെ കൂടി ഉണ്ടായുള്ള പരിഭ്രമത്തിലെ ദേഷ്യം വന്നു. അപ്പൊ അവരെന്തൊക്കെയോ വഴക്കു പറഞ്ഞു എന്നാ പറയണത്. അത് കേട്ട സമയത്ത് ലക്ഷ്മണൻ ചെവി പൊത്തിയിട്ട്, നിർത്തൂ, ഇനി ഞാൻ പൊയ്ക്കോളാം എന്ന് പറഞ്ഞിട്ട് ഒരു വര വരച്ച്, ഇതിനപ്പുറത്തേക്ക് വരരുത്, ലക്ഷ്മണ രേഖ വരച്ച് അതിനപ്പുറത്തേക്ക് വരരുത് എന്ന് കർശന നിർദ്ദേശവും നൽകിയിട്ട് പോയി. എന്നിട്ട് ശ്രീരാമനെ പിന്തുടർന്നുകൊണ്ട് പോയി എന്നാണ് പറയുന്നത്. അപ്പൊ ആ സമയത്ത് ദേവി ഇങ്ങനെ ഓർക്കാണ്, എന്ത്, അനിയന്ത്രിതമായി ചിലപ്പോഴീ മനമോടാത്ത കുമാർഗമില്ലടോ. അത് നമുക്കും അത് പറയാവുന്ന കാര്യത്തിലാണ്. ചിലപ്പോഴെങ്കിലും നമുക്ക് നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥ വരാറുണ്ട്, മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരവസ്ഥ, വേണ്ടാത്ത ഏതൊക്കെയോ മാർഗങ്ങളിലൂടെ മനസ്സിങ്ങനെ സഞ്ചരിക്കുന്ന ഒരവസ്ഥ പലപ്പോഴും സാധാരണ മനുഷ്യന്മാർക്ക് വരാറുണ്ട്. അപ്പൊ ആ ഒരു സന്ദർഭത്തെ ഓർത്തിട്ട് ദേവി ഒരു മാപ്പപേക്ഷയുടെ രൂപത്തിലാണ് ആ കവിത അത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. കനിവാർന്നനുജാ പൊറുക്ക ഞാൻ നിനയാതോതിയ കൊള്ളി വാക്കുകൾ, അനിയന്ത്രിതമായി ചിലപ്പൊഴി മനമോടാത്ത കുമാർഗമില്ലടോ. നന്ദി.